Good morning, students. Welcome to EduLine. So, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ ത്രെഡ്സ്. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ ത്രെഡുകളെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതുകളെ റൺ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 3 ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ത്രെഡ് എ, ത്രെഡ് ബി ആൻഡ് ത്രെഡ് സി. ഓക്കെ, ദെൻ എൻ്റെ മെയിൻ മെത്തേഡ് എഴുതിയിരിക്കുന്ന ഒരു ക്ലാസ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ത്രെഡ് എയും ത്രെഡ് ബിയും ത്രെഡ് സിയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ത്രെഡ് എ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്, അതായത് ക്ലാസ് ത്രെഡ് എ എക്സ്റ്റെൻസ് ത്രെഡ്. അപ്പം ത്രെഡ് എന്ന ജാവയിലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണിത് ക്ലാസ് ത്രെഡ് എ എന്ന ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനുള്ളിൽ റണ്ണിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റണ്ണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ റൺ എന്താണ് ചെയ്യുന്നത്? ഒരു ലൂപ്പാണ് തന്നിരിക്കുന്നത്, ഫോർ ലൂപ്പ് അല്ലെ. 4 into i is equal to 1, i less than or equal to 5, i plus plus. ദെൻ ആ ഫോർ എന്താ ചെയ്യുന്നത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം ത്രെഡ് എ ഐ. അപ്പൊ ഇത്രയും പ്രിന്റ് ചെയ്യും. ത്രെഡ് എ ഐ ഈക്വൽ ടു വരെ പ്രിന്റ് ചെയ്തിട്ട് പിന്നെ എന്താണ് വരുന്നത്? -1 into i എന്നാണ് അല്ലെ. അപ്പം ഈ പ്ലസ് എന്നുള്ളത് എന്താണ്? ആ ഒരു ആൻസർ അതിന്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലസ് ഇടുന്നത്. ഓക്കെ, സോ -1 into i എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ഐയുടെ വാല്യൂ ഫസ്റ്റ് കേസിൽ ഇത് ഐറ്ററേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ -1 into 1 -1 വരും അല്ലെ. ദെൻ രണ്ടാമത് ഐയുടെ വാല്യൂ 2 ആകും. i പ്ലസ് പ്ലസ് വരുമ്പോൾ ഐയുടെ വാല്യൂ 2 ആകും. ദെൻ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? -1 into 2 എന്ന് വരും. അപ്പൊ -2 വരും ആൻസർ അല്ലെ. അപ്പൊ അങ്ങനെ അതിന്റെ ഇതിന് അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -1, -2, -3, -4, -5. ഓക്കെ, -5 വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ഇത് ഈ ഒരു ലൂപ്പ് എക്സിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സിറ്റിംഗ് ത്രെഡ് എ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ത്രെഡ് എ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മുടെ ത്രെഡാണ് ത്രെഡ് ബി. ഓക്കെ, രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡാണ് ത്രെഡ് ബി. ഇതും നമ്മൾ ത്രെഡ് എന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ക്ലാസ് ത്രെഡ് ബി എക്സ്റ്റെൻസ് ത്രെഡ്. സോ ഇതിൽ നമ്മൾ റണ്ണിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇതിൽ റണ്ണ് ചെയ്യുന്നത് ഇതും ഒരു ഫോർ ലൂപ്പ് തന്നെയാണ്. പക്ഷേ ആദ്യം ചെയ്തതിനെക്കാട്ടിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫോർ ലൂപ്പാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം ത്രെഡ് ബി ജെ ഇസ് ഈക്വൽ ടു പ്ലസ് 2 into j എന്ന് വരും അല്ലെ. അപ്പൊ 2 into j എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജെയുടെ വാല്യൂ 1 ആണ്. സോ 1 into 2 വരും 2. ദെൻ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകുമ്പോൾ എന്ത് വരും? 2 into 2 4 വരും അല്ലെ. അപ്പം 2, 4, 6, 8, 10 അങ്ങനെയുള്ള ഈവൻ നമ്പേഴ്സിനെ ആയിരിക്കും ഇത് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്ത് തരുന്നത് അല്ലെ. ഇനി ഈ ഒരു ലൂപ്പ് എക്സിറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. എക്സിറ്റിംഗ് ത്രെഡ് ബി എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ത്രെഡ് ബി എന്നുള്ള ഈ ഒരു ത്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ത്രെഡാണ് ത്രെഡ് സി. ത്രെഡ് സി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതാണ്. സെയിം എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ ത്രെഡ് സിയിലും റൺ ഉണ്ട്. സോ ത്രെഡ് സിയിലെ റൺ എന്ന മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് വരിക. 5 ഓഡ് നമ്പേഴ്സ്. സോ ആദ്യം എങ്ങനെ വരുന്നത്? 2 into കെയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 - 1 അല്ലെ. അപ്പം അങ്ങനെ പോയിട്ട് എന്ത് വരും? വാല്യൂസ് വരും. സോ ഇവിടെ നമ്മൾ 1, 3, 5, 7, 9 അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും വരിക അല്ലെ. അപ്പം ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഇത് പ്രിന്റ് ചെയ്ത് തരിക. ഓക്കെ, പിന്നെ ഇത് എക്സിറ്റ് ആകുമ്പോൾ എന്താണ്? എക്സിറ്റിംഗ് ത്രെഡ് സി എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ലൂപ്പിൽ നിന്ന് വെളിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 3 ത്രെഡുകൾ. അപ്പൊ ഇവിടെ ആകെ 3 ത്രെഡ് ഉണ്ട്. ത്രെഡ് എ ഉണ്ട്, ത്രെഡ് ബി ഉണ്ട്, ത്രെഡ് സി ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മൾട്ടിപ്പിൾ ത്രെഡുകൾ, അതാണ് മൾട്ടി ത്രെഡ്. ആക്ച്വലി മൾട്ടിപ്പിൾ ത്രെഡുകളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലാസ്റ്റ് നമുക്കൊരു മൾട്ടി ത്രെഡ് ഡെമോ എന്ന് പേരുള്ള ഒരു ക്ലാസ്സിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിലാണ് ഞാൻ മെയിൻ മെത്തേഡ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മെയിൻ മെത്തേഡിൽ ആദ്യം ഞാൻ എന്താ ചെയ്തേ? ഓരോ ത്രെഡിന്റെ, അതായത് ത്രെഡ് എയുടെയും ത്രെഡ് ബിയുടെയും ത്രെഡ് സിയുടെയും എന്തിനെ ക്രിയേറ്റ് ചെയ്തു? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ത്രെഡ് എയുടെ ഒബ്ജക്റ്റ് ആണ് T1, ത്രെഡ് ബിയുടെ ഒബ്ജക്റ്റ് ആണ് T2 ആൻഡ് ത്രെഡ് സിയുടെ ഒബ്ജക്റ്റ് ആണ് T3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു ഞാൻ. എന്നിട്ട് ഓരോ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് മെത്തേഡിനെയാണ് വിളിക്കുന്നത്. T1 ഡോട്ട് സ്റ്റാർട്ട് അല്ലെ. അപ്പൊ സ്റ്റാർട്ട് മെത്തേഡിനെ വിളിച്ച സ്റ്റാർട്ട് എന്താണ് ചെയ്യുക? പുതിയൊരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? റൺ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യും. അതിൽ റൺ മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. അപ്പൊ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് വിളിക്കുമ്പോഴത്തേനും എന്താണ് ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ത്രെഡിന്റെ ഈ ഒരു ത്രെഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് T1 എന്ന ഒബ്ജക്റ്റ് ത്രെഡ് എയുടെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ത്രെഡ് എ ആയിരിക്കും എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? സോ നമുക്ക് ഔട്ട്പുട്ട് നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം. സോ ഇവിടെ എന്ത് വരും? ത്രെഡ് എ i is equal to -1 വരും അല്ലെ. ഇനി സപ്പോസ് ഇപ്പം ആദ്യത്തെ ആ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആദ്യത്തെ സ്റ്റാർട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സപ്പോസ് രണ്ടാമത്തെ ത്രെഡിന്റെ സ്റ്റാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അതായത്
ഇവിടെ ത്രെഡിങ്ങിന് മൾട്ടിപ്പിൾ ത്രെഡിങ്ങിന്റെ കേസിൽ നമുക്ക് എന്താണ് ഇവിടെ ത്രെഡ് ഷെഡ്യൂളർ ഉണ്ട്. ഈ ത്രെഡ് ഷെഡ്യൂളർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഓർഡറിൽ ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഈ ത്രെഡ് ഷെഡ്യൂളർ ആണ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ സപ്പോസ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തേക്കുന്നത് അതായത് ആദ്യത്തെ ത്രെഡ് എയുടെ എക്സിക്യൂട്ട് ചെയ്ത ആൻസർ, പിന്നെ ത്രെഡ് ബി എക്സിക്യൂട്ട് ചെയ്ത ആൻസർ, ദെൻ ത്രെഡ് സി എ എക്സിക്യൂട്ട് ചെയ്ത ആൻസർ. ഓക്കെ, അങ്ങനെയാന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ത്രെഡ് എയുടെ ആദ്യത്തെ വാല്യൂ വന്നു അല്ലെ, പിന്നെ വരുന്നത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രെഡ് ബി ആണ്. സോ അതിന്റെ ആദ്യത്തെ വാല്യൂ വന്നു ജെ ഇസ് ഈക്വൽ ടു 2. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ത്രെഡ് സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ത്രെഡ് സിയുടെ ആദ്യത്തെ വാല്യൂ കെ ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഓക്കെ, വീണ്ടും ഇതേ ഓർഡർ തന്നെ ത്രെഡ് എയെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. അപ്പം ത്രെഡ് എ കിട്ടിയ രണ്ടാമത്തെ വാല്യൂ ആണ് -2 എന്നുള്ളത്. അതിനുശേഷം ത്രെഡ് ബി ആണ് വരുന്നത് എക്സിക്യൂഷൻ, അതിനുശേഷം ത്രെഡ് സിയുടെ എക്സിക്യൂഷൻ. ഓക്കെ, വീണ്ടും ഇതേ ഓർഡറിൽ തന്നെ ഇങ്ങനെ പോകുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ത്രെഡ് എ എക്സിറ്റ് ചെയ്യുന്നു, ത്രെഡ് ബി എക്സിറ്റ് ആകുന്നു, ത്രെഡ് സി എന്ന് പറയുന്നത് എക്സിറ്റ് ആകുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് കിട്ടുന്ന ഔട്ട്പുട്ട്. അതായത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും, അതായത് ഈ ത്രെഡ് ഷെഡ്യൂളർ ആണ് തീരുമാനിക്കുന്നത് ഏത് ഓർഡറിൽ ഈ ത്രെഡിനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകം നമ്മൾ ഓർഡർ പറയുന്നില്ല, പക്ഷെ ത്രെഡ് ഷെഡ്യൂളർ ഓട്ടോമാറ്റിക്കലി ഡിസൈഡ് ചെയ്യും. സപ്പോസ് ഈ രീതിയിലാണ് ഡിസൈഡ് ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് ആദ്യം ഫസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ത്രെഡ് എക്ക് കൊടുക്കുക. ത്രെഡ് എ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ത്രെഡ് ബിക്ക് ചാൻസ് കൊടുക്കുക, ദെൻ ത്രെഡ് സിക്ക് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് ഇവിടെ വന്നത്. ഓക്കെ, ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോ തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഓരോ രീതിയിലായിരിക്കും ഇതിന് ആൻസേഴ്സ് വരാൻ സാധ്യത. ഓക്കെ, അപ്പൊ ത്രെഡ് ഷെഡ്യൂളർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ഈ ത്രെഡ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? റൺ ആയിരിക്കും, കറസ്പോണ്ടിങ് റൺ ആയിരിക്കും എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. സ്റ്റാർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞ പുതിയൊരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യും, ദെൻ എന്ത് ചെയ്യും? ആ ത്രെഡിലായിരിക്കും ഈ റണ്ണിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഏത് ത്രെഡിന്റെ റൺ ആണോ ആ റണ്ണിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടിപ്പിൾ ത്രെഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൾട്ടി ത്രെഡിങ് ആണ് ഇവിടെ ചെയ്തത് അല്ലെ. 3 ത്രെഡുകളുണ്ട്. പിന്നെ അതുകൂടാതുള്ള ഇനി ഇതില് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, നമ്മൾ ഒരു മെയിൻ ത്രെഡ് അല്ലെ, ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ JVM ഒരു മെയിൻ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ അതാണ് മെയിൻ ത്രെഡ്. അങ്ങനെ ഒരു മെയിൻ ത്രെഡ് ഉണ്ട്. അത് കൂടാതെ വരുന്ന 3 ത്രെഡുകളാണ് ഈ ത്രെഡ് എ, ത്രെഡ് ബി, ത്രെഡ് സി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആക്ച്വലി ഒരു മെയിൻ ത്രെഡ് ഉണ്ട്. ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ JVM ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ആ ത്രെഡാണ് മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഒരു മെയിൻ ത്രെഡ് ഉണ്ട്. പിന്നുള്ള 3 ത്രെഡുകളാണ് എന്ത്? ത്രെഡ് എയും ത്രെഡ് ബിയും ആൻഡ് ത്രെഡ് സിയും. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന 3 ത്രെഡുകൾ. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടിപ്പിൾ ത്രെഡിനെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു പോർഷൻ ആണ് ത്രെഡ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം സിങ്ക്രണൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരേ സമയം ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുക അല്ലെ. ഒരേപോലെ ചെയ്യുക അല്ലെ. അപ്പം ഒരേ ടൈമിൽ ചെയ്യുക, കൺകറന്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ത്രെഡ് സിങ്ക്രണൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമുക്കൊരു 3 ത്രെഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 3 ത്രെഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം നമുക്കൊരു റിസോഴ്സ് ഉണ്ട്, അതായത് ഒരു ഷെയറബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഉണ്ട്. അപ്പം ഈ 3 ത്രെഡും അറ്റ് എ ടൈമിൽ ഈ ഷെയറബിൾ റിസോഴ്സിനെ ആക്സസ് ചെയ്താൽ അവിടെ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ സപ്പോസ് നമുക്ക് 3 ത്രെഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 3 ത്രെഡും ഒരൊറ്റ ഷെയറബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഷെയറബിൾ റിസോഴ്സിനെ ഈ 3 ത്രെഡും അറ്റ് എ ടൈമിൽ ആക്സസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെ. അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇപ്പം നമുക്കൊരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 3 ത്രെഡുകളും ഒരു ഫയലിലേക്ക് അറ്റ് എ ടൈമിൽ റൈറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ? ഓവർ റൈറ്റിംഗ് സംഭവിക്കാം. ഓക്കെ, അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അതായത് ഇപ്പം 3 ത്രെഡുകളും അറ്റ് എ ടൈമിൽ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ? ആദ്യം റൈറ്റ് ചെയ്ത ത്രെഡിന്റെ പുറത്തോട്ടായിരിക്കും ചിലപ്പോൾ അടുത്തത് റൈറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും അല്ലെ. അപ്പം ഡേറ്റ എന്ന് പറയുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് ഡേറ്റ ആകണമെന്നില്ല അല്ലെ. അപ്പം വേറൊരു കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ത്രെഡ് എന്ന് പറയുന്ന ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേറൊരു ത്രെഡ് അതേ ഫയലിനെ ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുക. അറ്റ് എ ടൈമിലാണ് ഇത് സംഭവിക്കുന്നത് വിചാരിക്കുക. അപ്പൊ അവിടെ എന്താ? പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് ഈ ത്രെഡ് സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ എത്ര ത്രെഡ് വേണേലും ആയിക്കോട്ടെ, പക്ഷെ അറ്റ് എ ടൈമിൽ ഒറ്റ ത്രെഡ് മാത്രമേ എക്സിക്യൂഷൻ നടത്താൻ പറ്റുള്ളൂ.
ഓക്കെ, ഒരൊറ്റ ത്രെഡ് മാത്രമേ ഷെയറബിൾ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പറയുന്നത് നീഡ് ടു സിങ്ക്രണൈസ് ദ ആക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ ത്രെഡ്. അതായത് മൾട്ടിപ്പിൾ ത്രെഡുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു സിങ്ക്രണൈസേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, അതായത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ മൾട്ടിപ്പിൾ ത്രെഡുകളും ഈ ഷെയറബിൾ റിസോഴ്സിനെ ഒരുപോലെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിങ്ക്രണൈസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ത്രെഡിന് സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള സിങ്ക്രണൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഈ തന്നിരിക്കുന്നതാണ്. സിങ്ക്രണൈസ്ഡ് ഒബ്ജക്റ്റ് ഐഡന്റിഫയർ ദെൻ ആക്സസ് ഷെയർഡ് വേരിയബിൾസ് ആൻഡ് അതർ ഷെയർഡ് റിസോഴ്സസ്. ഓക്കെ, ഇപ്പൊ ഇതൊരു സിന്റാക്സ് ആണ്, ഇതൊരു ജനറൽ ഫോം അല്ലെ സിന്റാക്സ് ആണ് ഓഫ് ദി സിങ്ക്രണൈസ്ഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ സിങ്ക്രണൈസേഷൻ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കൺകറൻസി പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇപ്പം എന്താണ്, ഒന്നിൽ കൂടുതൽ ത്രെഡ് അറ്റ് എ ടൈമിൽ ഒരു ഷെയറബിൾ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പം ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക, അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ത്രെഡുകൾ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യും, ഒരേ ഷെയറബിൾ റിസോഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലെ. അങ്ങനെ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാവും. ഒന്നെങ്കിൽ ഡേറ്റ, സപ്പോസ് ഒരു ഫയൽ റീഡ് ചെയ്യുന്ന കേസ് അല്ലെ, ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിലും എന്താ, എല്ലാ ത്രെഡുകളും ഒരുമിച്ച് അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്താ, ഡേറ്റ എന്ന് പറയുന്നത് കറപ്റ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുക, ത്രെഡിന് ഒരു കൺട്രോൾ നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുക, അതാണ് സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ന സമയത്ത് ഇന്ന ത്രെഡ് മാത്രമേ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഷെയറബിൾ റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ആ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ കറപ്ഷൻ അല്ലെ, ഡേറ്റയ്ക്ക് വരുന്ന ആ ഒരു ലോസ്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ സിങ്ക്രണൈസേഷൻ നമുക്ക് ത്രെഡിന് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ ത്രെഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ത്രെഡിന്റെ കേസിലാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ആകെ ഒരു ത്രെഡേ ഉള്ളെങ്കിൽ അവിടെ സിങ്ക്രണൈസേഷൻ ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ത്രെഡുകൾ ഉണ്ടെങ്കിൽ, മൾട്ടി ത്രെഡിങ് എൻവയോൺമെന്റിലാണ് നമ്മൾ ഈ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സിങ്ക്രണൈസേഷൻ കൊടുത്തില്ല എങ്കിൽ എന്താണ് പ്രോബ്ലം, പിന്നെ എങ്ങനെ നമുക്ക് സിങ്ക്രണൈസേഷൻ കൊടുക്കാം എന്നുള്ളത് നമുക്കൊരു പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.